നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇതുവരെ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതൊന്ന് പുതുക്കി ഒരു അടിപൊളിയാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിലുള്ള ഈ കാണുന്ന ഒരു റൂമാണ്. ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഉള്ള പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുതലാളി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ഉള്ളൂ. റൂം തേച്ചിട്ടൊന്നുമില്ല. പുറകിലായിട്ട് ഞാനൊരു കറുത്ത ഒരു തുണിയും അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഓരോ ട്യൂബ് ലൈറ്റും ഫിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ റൂമിലുള്ള സെറ്റപ്പുകളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇടത് സൈഡിലായിട്ട് ഒരു ട്യൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ഒരു ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അവിടെ ഉറപ്പിച്ച് വെച്ചതാണ്. പിന്നെ വലത് സൈഡിലും അതേപോലെ തന്നെ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്. അതും ഫോൾഡബിൾ ആണ്. പിന്നെ ഒരു ലൈറ്റും കൂടി ഉണ്ട്. മുഖത്തേക്ക് ഫോക്കസ് ചെയ്ത് അടിക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കീബോർഡ്, ഒരു റൂബിക്സ് ക്യൂബ്. പിന്നെ കുറേ കാലമായിട്ട് പണി നിർത്തിയിട്ടുള്ള ഒരു സീലിംഗ് ഫാൻ ഉണ്ട്. അതേപോലെ തന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഒരു സ്റ്റൂള്, ഒന്ന് രണ്ട് സ്റ്റൂളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ പല വീഡിയോകളിലായിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങളെന്ന് വിചാരിക്കണം, വെൽഡിങ്ങിൻ്റെ ഒക്കെ വീഡിയോകളിൽ. പിന്നെ ഇവനാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ 3 കാല് മാത്രമുള്ള ഒരു വികലാംഗനായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒരു കാല് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ് ഞാൻ, ഒരു ഉറപ്പുണ്ട്. ഇത് കൂടാതെ ഒരു റൂമും കൂടി നമുക്ക് ഉണ്ട് കേട്ടോ. സ്ക്രാപ്പിൻ്റെ ഒരു ലോകം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വീഡിയോകൾ ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങി അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആവശ്യത്തിന് തിരഞ്ഞാൽ ഇതിനകത്തുനിന്നും ഒരൊറ്റ സാധനം പോലും കിട്ടൂല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആദ്യത്തെ പണി തേപ്പാണ്. തേപ്പിനായിട്ട് കുറച്ച് മണൽ വാരി അതിനുശേഷം അത് അരിച്ചെടുത്തു. അതിന് 6 ചട്ടി മണലിന് 1 ചട്ടി സിമെൻറ്റ് എന്ന റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തു. 1, 2, 3, 4, 5, 6 ചട്ടി മണലിലേക്ക് 1 ചട്ടി സിമെൻറ്റ് എന്ന റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തു. അതിനുശേഷം മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്തു. അതിനുശേഷം കുറച്ച് ഗ്രൗട്ട് നമ്മൾ ചുമരിൽ തേച്ചതിന് ശേഷം നമ്മൾ തേപ്പ് അങ്ങോട്ട് തുടങ്ങി. തേപ്പിനെ പറ്റി ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തേപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എങ്കിലും വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇതിലും കൂടി ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. തേപ്പിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലുള്ള പേവുകളൊക്കെ ഒന്ന് പറയാം. ഇതിലിപ്പോൾ 3 ചുമര് കാലിയായിട്ട് കിടക്കുന്ന പ്ലെയിൻ ചുമരായതുകൊണ്ട് 2 ദിവസം കൊണ്ട് അധികം റിസ്ക് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ. ഇതിനു മുമ്പ് സ്വിച്ച് ബോർഡ് വെക്കാൻ തേച്ചതല്ലാതെ ഒരു തേപ്പിൻ്റെ എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പോൾ അടുത്ത പണി നമുക്ക് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിംഗ് അല്ല, വൈറ്റ് സിമെൻറ്റ് അടിക്കൽ. അപ്പോൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് അതുകൊണ്ട് അടിക്കുകയാണ്. പെയിൻറ്റിങ്ങിലും അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും വീട്ടിലുള്ള ചെറിയ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റിലത്തെ കോട്ട് അടിക്കുകയാണ് ആദ്യത്തെ പണി. അതിനുശേഷം ഒന്ന് വലിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും രണ്ടാമത്തെ കോട്ട് അടിക്കും. അപ്പോൾ അങ്ങനെ വൈറ്റ് സിമെൻ്റ് അടി ഒരു കോട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കാൻ പോവുകയാണ്. അധികം സമയം ഗ്യാപ്പൊന്നും കൊടുത്തിട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് വലിഞ്ഞു എന്ന് തോന്നിയപ്പോൾ രണ്ടാം കോട്ടും അടിച്ച് തുടങ്ങിയാണ്. കുറച്ച് സമയം കൊടുത്ത് ഒന്ന് നനച്ചിട്ടൊക്കെ വേണം രണ്ടാം കോട്ടൊക്കെ അടിക്കാൻ എന്നാണ് പറഞ്ഞത്. മുമ്പ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്ത് പോവുകയാണ്. എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ 2 കോട്ടും നമ്മൾ അടിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കുള്ള പണിയാണ് കുറച്ച് വെറൈറ്റി കേട്ടോ. നമ്മൾ പുറകിലായിട്ട് വെച്ചിരുന്ന ആ ഒരു കറുത്ത തുണി അതിൽ നിറച്ച് പൊടിയായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അലക്കി, അതേപോലെ തന്നെ അതിൽ കുറച്ച് വീതി കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തയ്യൽ മെഷീൻ വെച്ചിട്ട് ഒരു ചെറിയ കഷ്ണം കൂടി ഒന്ന് ഏച്ച് കൊടുക്കുകയാണ്. ഈ തയ്യലിൻ്റെ പണിയിലും മുമ്പ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. തയ്യൽ പഠിക്കണം എന്ന ആഗ്രഹമായിട്ട് ഞാനൊരു മെഷീൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. പക്ഷേ തയ്യൽ അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റിയ ഒരു പണിയല്ല എന്ന് തോന്നിയത് കൊണ്ട് അങ്ങോട്ട് മൂലക്കൊക്കെ വെച്ചതാണ്. എന്നാലും കുഴപ്പമില്ല, ചെറിയ വക്കടിക്കാനും അതേപോലെ തന്നെ 2 കൂട്ടി ജോയിൻറ്റ് ചെയ്യാനൊക്കെ അറിയും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് സീലിംഗ് അടിക്കാനുണ്ട് കേട്ടോ. സീലിംഗ് അടിക്കാനുള്ള തുണിയാണ് ഈ ഒരു വെളുത്ത തുണി കൊണ്ടാണ് നമ്മൾ സീലിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ചിലവ് കുറയും എന്ന് വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള നമ്മൾ സീലിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമൊന്നും ഈ ഒരു തുണി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. ഇതിപ്പോൾ 12 മീറ്ററുള്ള 4 അടി വീതിയുള്ള ഒരൊറ്റ തുണി വാങ്ങിയിട്ട് അത് 3 കഷ്ണമായിട്ട് മുറിച്ച് നമ്മൾ ജോയിൻ്റ് ചെയ്യുകയാണ്. എന്നിട്ടാണ് ഈ ഒരു ചുമരിൻ്റെ മേലെ സീലിങ്ങിൽ നമ്മൾ അടിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെൽഡിങ്ങിൻ്റെ വർക്ക് ഉണ്ട്. വെൽഡിങ്ങിൻ്റെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീലിംഗ് വരുമ്പോൾ അവിടെ ട്യൂബ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ സീലിങ്ങിൻ്റെ മേലെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്
ഒരു ചെറിയ പൈപ്പിൻ്റെ കഷ്ണം മേലെ വെച്ച് വെൽഡ് ചെയ്യുകയാണ്. അതിൻ്റെ അടിയിലായിട്ടൊരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മളൊരു ടീ പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ മുകളിലുള്ള ട്യൂബിലായിട്ട് ഫിറ്റ് ചെയ്യുന്നത്. വെൽഡിങ്ങിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വെൽഡിങ്ങിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ട്യൂബിലൈറ്റ് വെക്കാനുള്ള അതേപോലെ തന്നെ ഒരു സീലിംഗ് ഫാൻ വെക്കാനുള്ള ഒരു ഹുക്കും വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീലിംഗ് അടിച്ച് തുടങ്ങുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ടാണ് അടിക്കും. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിച്ച് പിടിച്ചിട്ടാണ് അടിക്കും. ബാക്കി 2 ചുമരും ആ ചുളിവുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് അടിച്ച് പോരുകയാണ് ചെയ്യുന്നത്. മുമ്പ് കല്യാണ വീടുകളിലൊക്കെ സീലിംഗ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണ് ഞാനിത് അടിക്കുന്നത് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ആ ഒരു രീതിയിലായിരുന്നു. അടുത്തതായിട്ട് വയറിങ്ങിൻ്റെ പണിയാണ്. വയറിങ്ങിൻ്റെ പണി കൂടുതലൊന്നുമില്ല. 2 ട്യൂബിലായിട്ട് നമ്മൾ അഴിച്ചു വെച്ചത് അതേപോലെ തന്നെ അങ്ങനെ ഫിറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലഗ് വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് വയറിങ്ങിൻ്റെ പണികളും കൂടി ഇതിൽ ബാക്കിയുണ്ട്. അലക്സ ലൈറ്റ്സ് ഓൺ. അടുത്തതായിട്ട് നമുക്ക് പുറകിലുള്ള കർട്ടൻ ഫിറ്റ് ചെയ്യണം. അത് നമ്മൾ ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ആവശ്യം ഇല്ലയെന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ ഒന്ന് അഴിച്ചെടുക്കേണ്ട കണ്ടീഷനിലാണ്. ഇത് പുട്ടിയിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. അത് നമുക്ക് പിന്നീടാവാം. എന്തായാലും ഇപ്പോൾ ഇത് ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഇതിനായിട്ട് ഒരു സൈഡ് ഞാൻ ഒരു സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിച്ച് പിടിച്ച് ടൈറ്റ് ചെയ്തു. അങ്ങനെ ഓരോ സ്ക്രൂ ആയിട്ട് അങ്ങനെ ചെയ്ത് ടൈറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനമായിട്ട് മുകളിൽ ഓരോ സ്ക്രൂകളും കൊടുത്തു. അതിൻ്റെ ശേഷം അടിയിലും ഓരോ സ്ക്രൂകളും എടുത്തിട്ടാണ് ടൈറ്റ് ചെയ്തു. അടുത്തായിട്ട് നമുക്കൊരു ട്യൂബിലായിട്ട് ഫിറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ സീലിങ്ങിൻ്റെ മേലെയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ടീ പോലെയൊരു പൈപ്പിൻ്റെ കഷ്ണം വെൽഡ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കേബിൾ ടൈറ്റ് കെട്ടിയിട്ടാണ് ഈ ഒരു ട്യൂബിലൈറ്റിനെ ഇവിടെ ഉറപ്പിക്കുന്നത്. അങ്ങനെ വയറിങ്ങിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആശാരിപ്പണിയാണ്. ആശാരിപ്പണി എന്ന് പറയുന്നത് മോശമാണോ എന്ന് സംശയമുണ്ട്. ആശാരിപ്പണി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേബിളിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. പെയിൻ്റ് അടിച്ചപ്പോഴും അതേപോലെ തന്നെ തേച്ചപ്പോഴൊക്കെ നല്ല വൃത്തികേടായി മാറിയിട്ടുണ്ട് നമ്മൾ ടേബിൾ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കുക. കീബോർഡ് വായിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു യമഹയുടെ കീബോർഡ്. പക്ഷേ യൂട്യൂബിൽ നോക്കി 1-2 ടൂൺസ് വായിക്കുന്നതല്ലാതെ ഇതുവരെ കീബോർഡൊന്നും വായിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു സെറ്റപ്പ് ചെയ്തെടുത്തു. ഇവിടെയായിട്ട് ഒരു ലൈറ്റ്, പിന്നെ 2 സൈഡിൽ ട്യൂബ് ലൈറ്റ്, മുകളിൽ ട്യൂബ് ലൈറ്റ്. അങ്ങനെയാണ് ഇതിലുള്ള ലൈറ്റ് സെറ്റപ്പുകൾ വരുന്നത്. പിന്നെ ഈ വീഡിയോകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് iPhone Xലാണ്. ഒരു ക്യാമറ കയ്യിലുണ്ട്. നിക്കോണിൻ്റെ D3100 എന്ന മോഡൽ ക്യാമറയാണ് കേട്ടോ. ഒരു ക്യാമറ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഈ ഒരു ക്യാമറയിൽ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ അത്ര കംഫർട്ടല്ല. തമ്മനയിലുള്ള ഔട്ട്ഡോർ ആയിട്ടുള്ള ഫോട്ടോകൾ മാത്രം എടുക്കാൻ ഞാനൊരു ക്യാമറ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നമ്മളെ ചങ്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിൽ ഈ ചെയ്തെടുത്തിട്ടുള്ള സെറ്റപ്പുകളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ നിർദ്ദേശനോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആരുടെയെങ്കിലും കയ്യിൽ നല്ല ക്യാമറയോ നമ്മുടെ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാൻ സൂട്ടബിൾ ആയിട്ടുള്ള ക്യാമറ കൊടുക്കാനുണ്ടെങ്കിൽ താഴെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.